ഹേ വാട്സപ്പ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു ആർട്ട് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൊക്കേഷൻ ഒമാനാണ്. ഒമാനിൽ 2 ദിവസത്തെ ഒരു പ്ലെയിനർ പെയിൻറ്റിങ് ഞാൻ ചെയ്തിരുന്നു. ഇതിലൊരു മീഡിയം നമ്മൾ യൂസ് ചെയ്തത് അക്രിലിക്കാണ് യൂസ് ചെയ്തത്. സാധാരണ നമ്മൾ ഓയിൽ കളേഴ്സ് യൂസ് ചെയ്യാറ്, അതിന് പകരം ഇപ്രാവശ്യം അക്രിലിക്കാണ് യൂസ് ചെയ്തത്. അതിന് പ്രത്യേകിച്ച് റീസണും ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ചില യാത്ര ചെയ്യുമ്പോൾ ഓയിൽ കളേഴ്സ് കൊണ്ടുപോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അക്രിലിക്ക് ഞാൻ കുറച്ച് കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ അക്രിലിക്ക് യൂസ് ചെയ്തു. അപ്പോൾ അക്രിലിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളത് ഫസ്റ്റ് ടൈമാണ് അക്രിലിക്ക് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, അക്രിലിക്ക് വാട്ടർ ബേസ്ഡ് പെയിൻ്റാണ്. നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ബ്രഷ് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് ആ പെയിൻറ്റ് തിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓയിൽ കളറിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓയിൽ കളറിൽ ടർപ്പൻറ്റൈൻ വേണം, അതുപോലെ തന്നെ ലിൻസിഡ് ഓയിൽ വേണം. ടർപ്പൻറ്റൈൻ ബ്രഷ് ക്ലീൻ ചെയ്യാൻ, അതിന് പെയിൻറ്റ് തിന്നാക്കാനും. അതുപോലെ തന്നെ ലിൻസിഡ് ഓയിൽ അതിന് മീഡിയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അക്രിലിക്കിന് അതിൻ്റെയൊക്കെ ആവശ്യകതയില്ല. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. നമുക്ക് പോർട്ടബിലിറ്റി ആയാലും ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായാലും കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ റിസൾട്ടും ഓൾമോസ്റ്റ് ഒരു ഓയിൽ കളർ ഫീൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഓയിൽ കളറിൻ്റെ അത്ര വേഴ്സിറ്റാലിറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. അതെന്താ വെച്ചാൽ അത് ഓരോ പെയിൻറ്റ് മീഡിയത്തിനും പെയിൻറ്റിനും ഉള്ളൊരു ഇൻബോൺ ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിമ്പിളായി പറയുമ്പോൾ അക്രിലിക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ് പെയിൻറ്റ് ചെയ്യുമ്പോൾ. ഡിപ്പെൻസ് ക്ലൈമറ്റും അതുപോലെ തന്നെ പൊതുവെ ഒരു 2 മിനിറ്റിനുള്ളിൽ കളർ ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ അതിന് മുകളിൽ ഡാർക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ബ്രൈറ്റ് ആഡ് ചെയ്യാം. ഓയിൽ കളറിലാണെങ്കിൽ നമുക്കത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പെയിൻറ്റ് ഉണങ്ങാൻ നിങ്ങളിപ്പോൾ വിൻസർ ന്യൂട്ടൻ്റെ ലിക്കിന് യൂസ് ചെയ്താലും 24 hour മിനിമം എടുക്കും അത് ഡ്രൈ ആവാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അടുത്ത കളർ ആഡ് ചെയ്യുമ്പോൾ അത് മിക്സായി പോകും. എന്താ വെച്ചാൽ പെയിൻറ്റ് ഉണങ്ങാൻ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അക്രിലിക്കിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഇപ്പോൾ പ്ലെയിനറിൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു എനിക്ക് അക്രിലിക്ക് യൂസ് ചെയ്തത്. ഞാൻ മുൻപ് വേറൊരു മീഡിയം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്രിലിക്കും വാട്ടർ കളറിൻ്റെ മിക്സിൽ വരുന്ന ഗോഷ് എന്നൊരു മീഡിയം ഉണ്ട്. ആ മീഡിയം ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു വേറെ പ്രത്യേകത വെച്ചാൽ ഗോഷിൻ്റെ അത് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പിന്നീട് അത് വെള്ളം തട്ടുമ്പോൾ ആക്ടിവേറ്റ് ആവും ആ പെയിൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു മീഡിയം ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ കളറിന് മുൻപായിട്ട് ഇപ്പോൾ ചിലവർക്ക് ഓയിൽ കളർ ചെയ്യാൻ ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ പെയിൻറ്റ് എക്സ്പെൻസീവാണ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് അക്രിലിക്ക് എപ്പോഴും നല്ലതാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഞാനെപ്പോഴും ഈ പ്ലെയിനർ ഫീൽഡിലേക്ക് ആൾക്കാർ താല്പര്യം കാണിക്കുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നൊരു മീഡിയം ഓഫ് കോഴ്സ് ഫസ്റ്റ് ഗോസ് ഓയിൽ കളേഴ്സ്, സെക്കൻഡ് അക്രിലിക്കാണ്. നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഓയിൽ കളർ വെച്ചാൽ അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് വേണം. മീഡിയം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഒരാൾ വന്നിട്ട് പ്ലെയിനർ ഓയിൽ കളർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലുപരി പ്ലെയിനർ സ്റ്റാർട്ടിന് മുമ്പ് ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റിൽ ലൈഫ് സ്റ്റഡീസ്. സ്റ്റിൽ ലൈഫ്സ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപൊക്കെ. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ലൈഫ് ഓയിൽ കളർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊരു എക്സ്ക്ലൂസീവ് ചെയ്യാം. എന്താണ് സ്റ്റിൽ ലൈഫിൽ ചെയ്യുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റിൽ ലൈഫ് സെറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കുറച്ച് ഈ സ്ഥലത്തിൻ്റെ അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്ഥലം ഒമാനിലാണ്. ഒരു ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. അതിലൊരു ഓർഗാനിക് സ്ട്രക്ചറിൻ്റെ ഇടയിൽ ഇൻഓർഗാനിക് സ്ട്രക്ചറായിട്ട് ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാട്ടിലത്തെ പെയിൻറ്റിങ് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ പെയിൻറ്റ് ചെയ്യുന്ന സബ്ജക്റ്റൊക്കെ ഗ്രീനറീസ് നല്ല കൂടുതലുണ്ടായിരുന്നു. ഇവിടെയും ഗ്രീനറീസ് ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു എക്സ്ട്രാ ഒരു ഓറഞ്ച് ടോണായിരിക്കും കൂടുതലുണ്ടാവുക. അത് സ്ഥലങ്ങളായാലും ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് ആയാലും കൂടുതൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതും ഒരു നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ അപ്രോച്ചും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കളർ പാലറ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അവരുടേതായ ബയസ് ഉണ്ടാവും കളേഴ്സ് സെലക്ട് ചെയ്യുന്നതിന് കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ നന്നായി എഫക്റ്റ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ചിങ്ങുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ ഈ പെയിൻറ്റിങ് നല്ലൊരു ഫിനിഷിങ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു സ്റ്റഡീസായിട്ട് ഞാൻ കാണുന്നത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചിലപ്പോൾ ഇത് വലുതാക്കി ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഇതൊരു ചെറിയ സ്റ്റഡീസായിട്ട് തന്നെ കീപ്പ് ചെയ്യും. പിന്നെ അക്രിലിക്കിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് അക്രിലിക്ക് ഡ്രൈ ആവുന്നത് കൊണ്ട് നമുക്ക് എത്ര പേപ്പേഴ്സ് വേണമെങ്കിൽ ചെയ്തിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. അതെന്താണ് ഡിഫറൻസ് വെച്ചാൽ ഓയിൽ കളർ ആണെങ്കിൽ രണ്ട് ക്യാൻവാസ് ഞാൻ ചെയ്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതെ കീപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പെയിൻറ്റ് ഉണങ്ങാത്തത് കൊണ്ട് മിക്സായി പോകും. അപ്പോൾ അതാണ് നമ്മുടെ ഒമാനിലെ ഫസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഒമാനിലെ 2ാമത്തെ ദിവസം ചെയ്ത പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഒമാനിലെ പ്ലെയിനർ ട്രിപ്പിലെ ഡേ 2 പെയിൻറ്റിങ് 2. ഇതൊരു ഹൊറിസോണൽ കോമ്പോസിഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സബ്ജക്റ്റ് ഒരു ക്ലൗഡ്, അതുപോലെ തന്നെ നല്ലൊരു മല, അതിനെ സപ്പോർട്ടായിട്ട് 2 ട്രീസ്.
അതാണ് സബ്ജക്റ്റ്. അപ്പോൾ കോമ്പോസിഷനെ ഇനീഷ്യലി ഹൊറിസോണ്ടൽ ആലോചിച്ച് പിന്നെ വെർട്ടിക്കലിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്യുക്കായിട്ടുള്ളൊരു തോട്ട്സാണ്. നമുക്ക് എങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് അവർ ക്രിയേഷൻ. നമ്മളാണ് ചെയ്യുന്നത്, നമ്മളാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ്. അപ്പോൾ യു ക്യാൻ ടേക്ക് യുവർ ഓൺ കോൾ. ഇനീഷ്യലി ഞാൻ ബ്ലൂ യൂസ് ചെയ്തിട്ട് നന്നായി ബ്ലോക്ക് ചെയ്തിരുന്നു, ഷാഡോസ് ബ്ലോക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ക്ലൗഡിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത വെച്ച് ക്ലൗഡ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ലൈറ്റിനേക്കാൾ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അർത്ഥം. ഇപ്പോൾ ക്ലൗഡിൻ്റെ ഷേപ്സ് അല്ലെങ്കിൽ ഷാഡോ ഞാൻ ആദ്യമേ ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ മലയുടെ കളറും ഞാൻ പേർപ്പിൾ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തിരുന്നു. ലൈറ്റിങ്, അതായത് ഷാഡോ ആണ് ഫസ്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാഡോ ട്രീയുടെ ഭാഗയിലും ഇത് ഫില്ല് ചെയ്തു. അതിനുശേഷം പിന്നെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ തോട്ട്സ് അല്ലാതും എല്ലാം ഇടതിന് ഒരുപോലെയാണ്. ഇത് അക്രിലിക് ആയതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു തോട്ട്സ് എന്നല്ല. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എന്നോട് തന്നെ പറയുന്നത്, നമ്മൾ ഓരോ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ക്ലൗഡ്, ഇതിലിപ്പോൾ ഏറ്റവും ബ്രൈറ്റ് ക്ലൗഡാണ്. ക്ലൗഡിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത് അതിനേക്കാൾ ബ്രൈറ്റായിട്ട് 1 കിലോമീറ്റർ ട്രീയുടെ മുകളിൽ ലൈറ്റ് വീഴില്ല. അതെന്താ വെച്ചാൽ ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ ബേസിക് ആയിട്ടുള്ളൊരു ലോക്കൽ വാല്യൂ എന്ന് പറയും. ലോക്കൽ വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെഡ് ബോൾ എടുത്താൽ ആ ബോളിൻ്റെ ബേസ് കളർ റെഡാണ്. അതിലേക്ക് ഒരു പച്ച ലൈറ്റ് വീഴുമ്പോഴാണ് ആ റെഡ് ബോളിലേക്ക് പച്ച ലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കളറിനും അതിൻ്റെ ബേസ് ടോൺ എന്ന് പറഞ്ഞത് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ലാൻഡിനൊരു ബ്രൈറ്റ് കളർ, ഒരു ഓറഞ്ചിഷ് കളർ ഉള്ളത്, അപ്പോൾ അതിൽ ലൈറ്റ് വീഴുമ്പോൾ അത് പിന്നെയും ബ്രൈറ്റ് ആവുക ചെയ്യണത്. പക്ഷേ അതൊരിക്കലും ഒരു പ്യുവർ വൈറ്റിലേക്ക് പോകില്ല. പ്യുവർ വൈറ്റിലേക്ക് പോവും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുക, ഇപ്പോൾ ഈ ട്രീയുടെ ബേസ് കളർ പച്ചയാണ്. അതിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് വീഴണമെങ്കിൽ ഒന്നെങ്കിൽ ആ ട്രീ നനഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ വേറെ എന്തെങ്കിലും ആയിരിക്കണം. അവിടെയാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി വരുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ക്രോം ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സറൗണ്ടിങ്സ് മൊത്തം റിഫ്ലക്റ്റ് ചെയ്യിക്കും. ഇപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലാസ് ഇരിക്കുന്നു, ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആലോചിക്കും ഇതെങ്ങനെ ചെയ്യും, ഈ സ്ട്രക്ചർ എങ്ങനെ വരാമെന്നുള്ളതൊക്കെ. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വിഷ്വൽ എന്താ കാണുന്നത്, ആ ഒബ്ജക്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വിടുക. ഓക്കെ, ഇത് ഗ്ലാസ്സാണ്, ഗ്ലാസിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ആലോചിക്കുക. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് ഞാൻ എന്താ കാണുന്നത്, ഇതിൻ്റെ എഡ്ജസ് കാണുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ ഹൈലൈറ്റ് ഉണ്ടാവുന്നു, അത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഒബ്ജക്റ്റിഫൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ലാർജ് പോർഷൻ ഒരു മലയും ആകാശമാണുള്ളത്. അത് കോമ്പോസിഷൻ വൈസ് എടുത്ത് ഞാൻ ഒരു ചോയ്സ് ആയിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഇതിൽ അട്രാക്ഷന്, നമ്മളിപ്പോൾ കണ്ടോ ഓരോ പെയിൻറ്റിങ്ങിനും അതിൻ്റേതായ അട്രാക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യണതിൽ അർത്ഥമല്ല. ഇപ്പോൾ കുറച്ച് പേര് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പ്ലനർ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ഒരേ സബ്ജക്റ്റ് വരക്കണം എന്നുള്ളതിൽ അർത്ഥമല്ല. നിങ്ങൾക്ക് എന്താണ് അട്രാക്റ്റ് ചെയ്തത് അത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഒരാളത് വരക്കുന്നുണ്ട് അതുകൊണ്ട് അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അത് വരച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് ചെയ്യുക. അതാണ് നമ്മളൊരു പ്ലെനർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക മെയിൻ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഉള്ളത്. എന്താ വെച്ചാൽ ഓരോ ആൾക്കാരും കാണുന്നതും ഓരോ തരത്തിലാണ് ആൾക്കാർ കാണുന്നതും ആസ്വദിക്കുന്നതും. അപ്പോൾ ഈ പെയിൻറ്റിങ് അഗെയിൻ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പെയിൻറ്റിങ് റിസൾട്ടിൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ 2 പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അക്രിലിക്കിൽ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അതെനിക്കൊരു എക്സ്ട്രാ ഒരു ബൂസ്റ്റാണ് ഇനിയും പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു പെയിൻറ്റിങ്ങായി വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.